ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഏപ്രിൽ 21 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയത്ത് മാങ്ങാനത്തെ വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം 3 മണിയോടെ മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, കരോട്ടിഡ് സ്റ്റെന്റിംഗ്, കൊറോണറി സ്റ്റെന്റിംഗ് തുടങ്ങിയവയിൽ വിദഗ്ധനായിരുന്നു. ആൻജിയോപ്ലാസ്റ്റിയുടെ നടപടിക്രമങ്ങൾ ഏകീകരിക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഡോക്ടർ മാത്യു സാമുവൽ ആദരിക്കപ്പെടുന്നത്. 2000-ൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഡോക്ടർ മാത്യു സാമുവലാണ് നാഷണൽ ആൻജിയോപ്ലാസ്റ്റി രജിസ്ട്രി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. 1948 ജനുവരി 6-ന് കോട്ടയത്ത് ജനിച്ച ഡോക്ടർ മാത്യു സാമുവൽ ആലുവ UC കോളേജിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് 1974-ൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് MDയും മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും കാർഡിയോളജിയിൽ DM ബിരുദവും നേടി. പീഡിയാട്രിക് സർജറിയിൽ ട്യൂട്ടറായാണ് ഡോക്ടർ മാത്യു സാമുവൽ മെഡിക്കൽ കരിയർ ആരംഭിക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റിയിലെ പ്രമുഖനായി അറിയപ്പെടുന്ന ഡോക്ടർ ആൻഡ്രിയാസ് ഗ്രഡ്സിംഗിൽ പ്രവർത്തനങ്ങൾ ആകൃഷ്ടനായ ഡോക്ടർ മാത്യു സാമുവൽ കത്ത് മുഖേന ബന്ധം സ്ഥാപിച്ചു. സ്കോളർഷിപ്പിൽ സൂറച്ചിലേക്ക് ക്ഷണിക്കപ്പെട്ട അദ്ദേഹം ഡോക്ടർ ആൻഡ്രിയാസിൻ്റെ കീഴിൽ പരിശീലനം നടത്തി. ശേഷം US-ലേക്ക് പോയ ഡോക്ടർ മാത്യു സാമുവൽ അറ്റ്ലാന്റയിലെ എമോറി യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം പൂർത്തിയാക്കി. 1986-ൽ മടങ്ങിയെത്തിയ ഡോക്ടർ മാത്യു സാമുവൽ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തി. ശരീരത്തിൽ സ്വാഭാവികമായി ലയിച്ചു ചേരുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത ബയോ റിസോർബിൾ സെൻസറുകളുടെ ഉപയോഗത്തിന് ഡോക്ടർ മാത്യു സാമുവൽ തുടക്കം കുറിച്ചു. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ സുപ്രധാന കണ്ടുപിടുത്തമായിരുന്നു ഇലക്ട്രോണിക് ആൽഗോമീറ്റർ, ജുഗുലാർ വെനസ് പ്രഷർ സ്കെയിൽ തുടങ്ങിയ ഉപകരണങ്ങളുടെ പേറ്റന്റും അദ്ദേഹം നേടി. ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റൽ, ലീലാവതി ഹോസ്പിറ്റൽ, ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റൽ, മുംബൈ സൈഫി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പ്രശസ്ത ആശുപത്രികളിൽ ഡോക്ടർ മാത്യു സാമുവൽ സേവനം ചെയ്തു. കോംനേറ്റ് ന്യൂസ്